ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തരാം. ഞാൻ ലുലുവാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം കണിയാപുരമാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ, അത് പൂജപ്പുരയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന വ്ളോഗ്, നമ്മൾ 4 പേര് റീസെൻ്റ്ലി 2-3 സ്ഥലത്ത് പോയായിരുന്നു. ഊട്ടി, വയനാട്, മുതുമലൈ ടൈഗർ റിസർവ്, അവിടെയൊക്കെ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഊട്ടിയായിരുന്നു. ഊട്ടിയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് അവിടുത്തെ ഫേമസ് ടോയ് ട്രെയിൻ ആയിരുന്നു. ട്രെയിൻ 3 വീക്സ് മുമ്പ് IRCTC വഴി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്നുള്ള വ്യൂസ് എല്ലാം അടിപൊളിയായിരുന്നു. ആ സീനറി ഒക്കെ കൊള്ളായിരുന്നു. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്ക് സൈഡിൽ ഇരുന്ന് വ്യൂസൊക്കെ കാണാം. വാവ്, സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ വന്നത് അവിടുത്തെ ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അവിടുത്തെ വ്യൂ ആണ് ഗൈസ് ഇത്. പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണിത്. അവിടുത്തെ ലാൻഡ്സ്കേപ്സ്, പിന്നെ കുറച്ച് വെറൈറ്റി ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവലാഞ്ചി ലേക്കിലാണ് വന്നത്. അത് ഊട്ടി ടൗണിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കണേ. ആ സ്ഥലത്ത് വലിയ റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റിയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ലേക്കായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്ന് നമ്മളെടുത്ത ഫോട്ടോസായതൊക്കെ. പിന്നെ നമ്മൾ അവലാഞ്ചി ലേക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹങ്കർഫോർഡ് എസ്റ്റേറ്റിലായിട്ടാണ് പോയത്. അവിടെ ആ വഴി പോകുമ്പോൾ ഉള്ള വ്യൂ ആണ് ഗൈസ് ഇത്. ലൈക്ക് ഫുൾ തേയിലത്തോട്ടം കണക്ക്. ഇതാണ് ഹങ്കർഫോർഡ് എസ്റ്റേറ്റ്. ഒരു പഴയ ബംഗ്ലാവ് പോലെ, ബംഗ്ലാവല്ല, ഓൾഡ് ഹൗസ്. അവിടുത്തെ വ്യൂ കൊള്ളായിരുന്നു. ഇവിടെ അധികം ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ കയറണമെങ്കിൽ നമുക്ക് 100 രൂപ ടിക്കറ്റ് ഉണ്ട്, എന്നിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസാണ് ഗൈസ് ഇത്. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ഹങ്കർഫോർഡ് എസ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ കുതിരയെ കണ്ട് നിൻ്റെ മണ്ടേ കയറി. ഓ മൈ ഗോഡ്, കുതിര എന്നെ കൊണ്ടുപോകുന്നു ഗായ്സ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തുള്ള വ്യൂ ആണ് കേട്ടോ, പൈൻ ഫോറസ്റ്റിനകത്തുള്ള. അപ്പോൾ ഊട്ടിയിൽ എല്ലായിടത്തും ലേക്ക് ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ പോയത് മുതുമലൈ ടൈഗർ റിസർവിലായിരുന്നു. അതിനകത്തൂടെയാണ് പോയത്. അപ്പോൾ നമ്മൾ കണ്ടത് മാനിനെ കണ്ടായിരുന്നു. പിന്നെ അത് കുരങ്ങനിരിപ്പുണ്ട്. മാനിൻ്റെ ഇടയിൽ, കുറേ മാനുകളുടെ ഇടയിലൊരു കുരങ്ങൻ. അത് കുരങ്ങനിൽ തന്നെ വേറെ ഏതോ ബ്രീഡാണ്. അപ്പോൾ ആ കുരങ്ങനിക്ക് എന്തോ കഴിക്കുകയാണ്. കുരങ്ങൻ മാനിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് വലിയ കാര്യത്തിലിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വഴി പോയപ്പോൾ ആനയെ കണ്ടായിരുന്നു, കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. പിന്നെ റോട്ടിൽ കൂടി കുരങ്ങൻ ചാടിപ്പോണയൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഫോറസ്റ്റ് സഫാരിക്കായിരുന്നു ഗൈസ്. അവിടെ പോയപ്പോൾ അതിനകത്ത് ടൈഗറിനെ കാണുമെന്നാണ് പറഞ്ഞ്. നമ്മളൊന്നും കണ്ടില്ല. കുറച്ച് മയിലിനെ മാത്രം കണ്ട്. പിന്നെ സന്ധ്യ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നേരെ പോയത് നമ്മൾ വയനാട് ഇടയ്ക്കൽ കേവിലായിരുന്നു. ഇടയ്ക്കൽ കേവ് എന്ന് പറയുമ്പോൾ 5000 വർഷം പഴക്കമുണ്ട്. അവിടുത്തെ ഓരോ റൈറ്റിങ്സൊക്കെ ഇപ്പോൾ കാണിക്കും. ഈ റൈറ്റിങ്സൊക്കെ 5000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ എല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് നമ്മൾ 2-3 ഫോട്ടോസ് എടുത്ത്. പിന്നെ നമ്മൾ നേരെ കാരാപ്പുഴ ഡാമിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അഡ്വഞ്ചർ പാർക്കിൽ കയറിയപ്പോൾ സിപ്പ് ലൈൻ കണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ സിപ്പ് ലൈനിൽ കയറി. നമ്മൾ 2 പേരും സിപ്പ് ലൈനിൽ കയറി ഇതാ വരുന്നു ഗായ്സ്. ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. പിന്നെ ലോങ്ങസ്റ്റ് ആയിരുന്നു. കൊള്ളായിരുന്നു. സിപ്പ് ലൈനിലെ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ 3 പേരും കൂടെ ജയൻറ്റ് സ്വിങ്ങിൽ കയറിയായിരുന്നു. നമ്മൾ 2 പേരാണ് കേട്ടോ, മറ്റേ ആൾ വേറെ ആളായിരുന്നു. ജയൻറ്റ് സ്വിങ്ങിൽ കയറി. അത് അടിപൊളിയായിരുന്നു. മുകളിൽ കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. ഓ ഗായ്സ്, പേടിച്ച് പോയി ഞാൻ ഇരിക്കണ കണ്ടാൽ അറിയാതെ കേൾക്ക്. ഞാൻ പേടിച്ച് ചത്താനിരിക്കണേത്. കൊള്ളായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നേരെ കോഴിക്കോടാണ് പോയത്. വയനാട് നിന്ന് ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോടാണ് വന്നത് ഗായ്സ്.
കോഴിക്കോട് നിന്ന് നമ്മൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഗായ്സ്. അവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട, പുട്ട്, താറാവ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലാണ് ഗായ്സ് പോയത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തെറ്റുകൾ കാണുമായിരിക്കും, നിങ്ങളതൊക്കെ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഗൈസ്, അടുത്ത വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.